പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇതൊരു വിചിത്ര സിൽക്ക് സാരിയാണ്. അതിൽ ബ്രാസോ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ പ്ലെയിൻ ആയിട്ടും അതിലൊരു ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബോഡി പാർട്ടിലേക്കും പല്ലുവിലേക്കും വരുമ്പോൾ ഈ ബ്രാസോ ഡിസൈനായിട്ടും ഈ സാരി വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഈ ടൈപ്പും അതുപോലെ ഹാഫ് സാരി ആയിട്ടുള്ള ഒരു മോഡലും പിന്നെ വിചിത്ര സിൽക്കിൻ്റെ പാർട്ടി വെയർ സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതുണ്ട് ബ്രാസോ ഡിസൈനിൽ വരുന്നു. സൈഡിൽ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും പ്ലെയിനായിട്ട് വരുന്നു. പക്ഷേ എന്നാലും ലോവർ പാർട്ടിൽ ഫുള്ളായിട്ടും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിസൈന് മൂന്ന് ടൈപ്പ് ഡിസൈനാട്ടോ ഈ ബ്രാസോയിൽ വന്നിരിക്കുന്നത്. ഇതൊരു വേറൊരു ഡിസൈനായിട്ടാണ് വരിക. പിന്നെ ഇത് ഇങ്ങനെ തന്നെ മോഡലെല്ലാം സെയിം തന്നെ. ഫ്ലീറ്റിൻ്റെ ഭാഗം പ്ലെയിനായിട്ട് വരുന്നു, താഴെ ലേസും വരുന്നു. ഈ മെറ്റീരിയലിൽ ഈ ഡിസൈനിലുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. സൈഡിൽ ഫുള്ളായിട്ടും ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് വരുന്നു. പക്ഷേ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1079 ആണ്. നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതുണ്ടോ, ഈ ബ്രാസോ ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ടും വരിക. പിന്നെ ബോഡി പാർട്ടിൻ്റെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോഴേക്കും പ്ലെയിനായിട്ടും വരുന്നു. അതിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു. സൈഡിലുള്ള ലേസ് ഇതാണ്. ഇത് വിത്ത് ബ്ലൗസായിട്ട് വരുന്നു. ബ്ലൗസിൻ്റെ സൈഡിലും ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1079 ആണ്. ഇതൊരു സിൽക്ക് മെറ്റീരിയലിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഡിസൈൻ വരുന്നു. പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പം ബോർഡറും വരുന്നു. പ്ലെയിനായിട്ട് ഉണ്ട്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഡിസൈൻ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഒരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിലും ഈ മിറർ വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡിലാണിത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ഡിസൈനാണിത്. ഇതിൻ്റെയും ബോഡി പാർട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. മിറർ വർക്കുകൾ വരുന്നുണ്ട്. പല്ലു ഇങ്ങനെയും വരുന്നു. പിന്നെ ഇതിൻ്റെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. നല്ലൊരു മാമ്പഴമഞ്ഞ ഷെയ്ഡിലാണിത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണിത് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. വെയ്റ്റ് ലെസ്സാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക. ഫുള്ളായിട്ടും മിറർ വർക്ക് വന്ന് നല്ല ഭംഗിയായിട്ടുള്ള ബ്ലൗസ് പീസും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. റേറ്റ് വരുന്നത് 1389 ആണ്. ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അഫോർഡബിൾ പ്രൈസിൽ തന്നെ, അതായത് 1389 റേഞ്ചിൽ ഒരു നല്ലൊരു സാരിയാണ്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഇതിൽ മിറർ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ആണ് ഇതിൽ വരുന്ന മിറർ വർക്ക്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെ വരുന്നു ഡിസൈനും. ഇതിൻ്റെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. രണ്ട് സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ല കളർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനിലും. ഇപ്പോൾ ഇതിനൊക്കെ ഏത് ബ്ലൗസും നമുക്ക് ഇടാൻ പറ്റും. കാരണം പല ഷെയ്ഡിലാണ് ഈ ഡിസൈനുകൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ മിറർ വർക്ക് വരുന്നുണ്ട്.
ഫുള്ളായിട്ടും വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. നമുക്കിത് 1 പ്ലീറ്റായിട്ടും അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ആയിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടോ പല ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിലൊക്കെ മിറർ വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇത് പ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോഴേക്കും ഇങ്ങനെ വരും. ഒരു ബ്ലൂ ഷെയ്ഡിൽ 2 സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. പിന്നെ ബ്ലൗസ് പീസ് ഇതിൽ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയ മിററും വരുന്നുണ്ട്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല കളർ കോമ്പിനേഷനിലാണ് ഈ സാരികളെല്ലാം വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1389. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞാൽ യാതൊരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള, അതുപോലെ ഒതുങ്ങി കിടക്കുന്ന സാരി, ഒട്ടിക്കിടക്കുന്നതല്ല, ഒരു പാർട്ടി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ വന്നിരിക്കുന്ന സാരികളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. ഈ പ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ട് ആ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ബോഡി പാർട്ടിലും ഫുള്ളായിട്ടും ഈ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വരുന്ന നല്ല തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക്. നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അതുപോലെ ബ്ലൗസ് പീസിൻ്റെ ബോഡി പാർട്ടിൽ ഈ വർക്ക് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1309 ആണ്. ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇത് വിചിത്ര സിൽക്ക് സാരി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ. 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഗോൾഡൻ എംബ്രോയ്ഡറി വർക്ക്, സൈഡ് സ്കാലപ്പ് വർക്ക്, ഫുള്ളായിട്ടും സ്റ്റോൺ വർക്ക്, മൈന്യൂട്ട് സ്റ്റോണ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. അതുപോലെ ഫ്ലീറ്റിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലോവർ പാർട്ടിൽ ആ വരുന്ന എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. പല്ലുവിലും ഇതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക്, അതുപോലെ തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നു. പിന്നെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ബാക്ക് പോർഷനിലും ഈ ഡിസൈൻ ഇതുപോലെ തന്നെ വരുന്നുണ്ട്. ബാക്കിലും വരുന്നുണ്ട് ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1309 ആണ്. ഞാനിപ്പോൾ 3 ടൈപ്പ് സാരികളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഹാഫ് സാരി മോഡലിൽ, ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ഹാഫ് സാരി മോഡൽ എന്നും വേണമെങ്കിൽ പറയാം. സ്റ്റൈലിഷ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ടൈപ്പിലും ഏതാണ് ഇഷ്ടമെന്ന് ഉണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക.